നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. സയൻസിന് 20 മാർക്ക് വാങ്ങണ്ടേ? അപ്പൊ കട്ടയ്ക്ക് കൂടെ നിൽക്കണം. നമുക്ക് 20 മാർക്കും അടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം: വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. ഈ റെഡ് ഡേറ്റ ബുക്കിൽ എന്താണ് ഉൾപ്പെടുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങളാണെന്ന് ഓർക്കുക. അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവികളും സസ്യങ്ങളും ഒന്ന് നോക്കിയാലോ. അശോകമരം, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ, മരമഞ്ഞൾ ഇവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും ജന്തുക്കളുമാണ്. ഏതൊക്കെയാണ്? അശോകമരം, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ, മരമഞ്ഞൾ മുതലായവ. ഇനി നമ്മുടെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ട ജീവജാലങ്ങൾ ഏതൊക്കെ? ഡോഡോ പക്ഷി, സഞ്ചാരിപ്രാവ്, ക്വാഗ ഇവയൊക്കെ അറ്റുപോയ കണ്ണികളാണ്. ക്ലിയർ അല്ലേ? അടുത്തയിലേക്ക് പോകാം. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ സി നഷ്ടപ്പെടാതിരിക്കാനാണ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. കമ്പനി LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷയ്ക്കും ബാച്ച് അവൈലബിൾ ആണ്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ചസ് ആണ്. വളരെ മിതമായിട്ടുള്ള ഫീസിൽ എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഈ വരുന്ന ഫെബ്രുവരി മാസം 2 നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. VFA ബെക്കോ LD കോംബോ ബാച്ച് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ. പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആണ്. തിങ്കളാഴ്ച തന്നെ പ്രിലിംസിന്റെ 50 ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രിലിംസിന്റെ ടൈം ടേബിൾ കഴിഞ്ഞ ശേഷം മെയിൻസിന്റെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യും. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. അപ്പൊ കമ്പനി LGS, VFA ബെക്കോ LD എല്ലാ യൂണിഫോം പോസ്റ്റിന്റെ ബാച്ചസ് അവൈലബിൾ ആണ്. SI വരെയുള്ള എല്ലാ യൂണിഫോം കോഴ്സുകളുടെ ബാച്ചുകൾ അവൈലബിൾ ആണ്. എല്ലാം മിതമായിട്ടുള്ള ഫീസേ ഉള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഐഫോണിലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം. നിങ്ങൾ ജോലി ചെയ്യുന്നവരായാലും സ്റ്റുഡന്റ് ആയാലും അതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായാലും ആരായാലും കുഴപ്പമില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക. ഓക്കെ, വൈറ്റമിൻ B1 ശാസ്ത്രീയ നാമം എന്താണ്? തയാമിൻ. വൈറ്റമിൻ B1 ശാസ്ത്രീയ നാമം എന്താണ്? തയാമിൻ. B2 ശാസ്ത്രീയ നാമം എന്താ? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് B2 ആണ്. വൈറ്റമിൻ B3 ശാസ്ത്രീയ നാമം എന്താ? നിയാസിൻ ആണ് വൈറ്റമിൻ B3 ശാസ്ത്രീയ നാമം. വൈറ്റമിൻ B5 ശാസ്ത്രീയ നാമം എന്താ? പാന്തോതെനിക് ആസിഡ് ആണ് വൈറ്റമിൻ B5. വൈറ്റമിൻ B6 ശാസ്ത്രീയ നാമം എന്താണ്? പീരിഡോക്സിൻ എന്നതാണ് വൈറ്റമിൻ B6 ശാസ്ത്രീയ നാമം. വൈറ്റമിൻ B7 ശാസ്ത്രീയ നാമം എന്താ? ബയോട്ടിൻ ആണ് വൈറ്റമിൻ B7. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B7 ആണെന്ന് ഓർക്കുക. വൈറ്റമിൻ B9 ശാസ്ത്രീയ നാമം എന്താണ്? ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ B9. വൈറ്റമിൻ B12 ശാസ്ത്രീയ നാമം എന്താണ്? സയാനോകൊബലാമിൻ ആണ് വൈറ്റമിൻ B12. അപ്പൊ നിങ്ങളോടുള്ള ഇന്നത്തെ ചോദ്യം, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഈ രോഗം തന്നെയാണ് രോഗങ്ങളുടെ രാജാവ് എന്നും അറിയപ്പെടുന്നത്. അപ്പൊ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഓക്കെ, ഇനി ഓപ്ഷനിലേക്ക് വന്നാൽ ഓപ്ഷൻ എ എന്താണ്? വൈറ്റമിൻ D. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. വൈറ്റമിൻ D അപര്യാപ്തത രോഗം ഏതാ? കണാരോഗം അഥവാ റിക്കറ്റ്സ് ആണ് വൈറ്റമിൻ D അപര്യാപ്തത രോഗം. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം D ആണ്. ജീവകം K നോക്കാം. ജീവകം K ശാസ്ത്രീയ നാമം എന്താ? ഫില്ലോക്യുനോൺ ആണ് ജീവകം K. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ K ആണ്. വിറ്റാമിൻ E
ടോക്കോഫെറോൾ എന്നതാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം. ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? വന്ധ്യതയാണ്, വന്ധ്യത. ഈ ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത് ഏതിൽ നിന്നാ? സസ്യ എണ്ണകളിൽ നിന്നാണ് ജീവകം ഇ ലഭിക്കുന്നത്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നതാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം സി ആണ്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ജീവകം സി നഷ്ടപ്പെടാതിരിക്കാനാണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, ശരിയാണ്. സുനാമിയെ തടയുന്നു, ശരിയാണ്. മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു, അത് തെറ്റാണ്. മത്സ്യസമ്പത്ത് കൂടാനാണ് കാരണമാകുന്നത്. അപ്പൊ ശരിയായത് ഏതൊക്കെയുള്ളൂ? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യം ഏതാണ്? കണ്ടൽ ചെടിയാണ്. കണ്ടൽ ചെടിയിലാണ് ശ്വസന വേരുകൾ കാണപ്പെടുന്നത്. ശ്വസന വേരുകളുടെ ഇംഗ്ലീഷ് എന്താ? ന്യൂമാറ്റോപോഴ്സ് എന്നാൽ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളാണ് ശ്വസന വേരുകൾ. ശ്വസന വേരുകൾ കാണപ്പെടുന്നത് കണ്ടൽ ചെടിയിലാണ്. അപ്പൊ ഈ മരിച്ചീനിലൊക്കെ കാണപ്പെടുന്ന വേരുകൾ ഏതാണ്? സംഭരണ വേരുകളാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്സ് ആണ് മരിച്ചീനിയിൽ കാണപ്പെടുന്നത്. താങ്ങുവേര് കാണപ്പെടുന്ന സസ്യം ഏതാണ്? പേരാലില് താങ്ങുവേരാണ് കാണപ്പെടുന്നത്. ഓർക്കുക. കുറച്ച് കാർഷിക വിപ്ലവങ്ങളൊന്ന് നോക്കിയാലോ. പാലിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാ? ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ. എണ്ണക്കുരു ആണെങ്കിൽ യെല്ലോ റെവല്യൂഷൻ ആണ്, മഞ്ഞ വിപ്ലവം. ഇനി ചെമ്മീനാണെങ്കിലോ പിങ്ക് വിപ്ലവമാണ്, പിങ്ക് വിപ്ലവം. ചണമാണെങ്കിൽ ഗോൾഡൻ ഫൈബർ റെവല്യൂഷൻ. പരുത്തിയാണെങ്കിൽ സിൽവർ ഫൈബർ റെവല്യൂഷൻ ആണ്. ഇനി പഴങ്ങൾ, പച്ചക്കറികൾ, ഇതുമായി ബന്ധപ്പെട്ട കാർഷിക വിപ്ലവം ഏതാണ്? റെയിൻബോ വിപ്ലവം. അടുത്ത ചോദ്യം, കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? വിജാഗിരി സന്ധിയാണ് കാൽമുട്ടുകളിൽ കാണപ്പെടുന്നത്, വിജാഗിരി സന്ധി. ഓപ്ഷൻ ബി ഗോളരസന്ധി. ഗോളരസന്ധി കാണപ്പെടുന്നത് എവിടെയാണ്? തോളെല്ല്, ഇടുപ്പല്ല് എന്നീ ഭാഗത്തിലാണ് ഗോളരസന്ധി കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഗോളരസന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു, അതാണ് ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ പ്രത്യേകത. വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ് കാണപ്പെടുന്ന എവിടെയൊക്കെയാ? കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലാണ് വിജാഗിരി സന്ധി കാണപ്പെടുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. കീലസന്ധി കാണപ്പെടുന്നത് എവിടെയാണ്? കഴുത്ത്, അതായത് തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി അഥവാ പിവറ്റ് ജോയിന്റ് കാണപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ ജില്ലയാണ്, കണ്ണൂർ ജില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? കോളറയും ടൈഫോയിഡും ആണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തത്. ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, അഞ്ചാമനി ക്ഷയം, COVID-19, വില്ലൻ ചുമ ഇവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതെല്ലാമാ? എലിപ്പനി, ഡിഫ്തീരിയ, ടൈഫോയിഡ്, കോളറ, ട്രക്കോമ, ഗൊണേറിയ, ബോട്ടുലിസം, പ്ലേഗ്, ക്ഷയം, വില്ലൻ ചുമ, കുഷ്ഠം, ടെറ്റനസ് ഇവയൊക്കെ പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങളാണ്. പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെ? ഡെങ്കിപ്പനി, ജലദോഷം, എബോള, സാഴ്സ്, COVID-19, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, യെല്ലോ ഫീവർ, മീസിൽസ്, ജപ്പാൻ ജ്വരം, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്. ഈ പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി ഇവയൊക്കെ
വൈറസ് രോഗങ്ങളാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താ? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇനി ക്ഷയരോഗം പ്രധാനമായും ഏത് ശരീര ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ഓർക്കുക. ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ ആണ്. BCG വാക്സിന്റെ ഫുൾ ഫോം എന്താ? ബാസിലസ് കാൽമിറ്റി ഗ്യൂറിൻ. ബാസിലസ് കാൽമിറ്റി ഗ്യൂറിൻ. അടുത്ത ചോദ്യം, മോണകളിൽ നിന്നും രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാ? നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് മോണകളിൽ നിന്നും രക്തവും പഴുപ്പും വരുന്നത്. വൈറ്റമിൻ A1 അപര്യാപ്തത രോഗം ഏതാണ്? നിശാന്തത അഥവാ മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. ജീവകം A2 ആണെങ്കിലോ സിറോഫ്താൽമിയ. ജീവകം B1 അപര്യാപ്തത രോഗം ഏതാണ്? ബെറിബെറി ആണ്. ബെറിബെറി. ജീവകം B3 എപ്പോഴും ചോദിക്കാറുണ്ട്. പെല്ലഗ്രയാണ് ജീവകം B3യുടെ അപര്യാപ്തത രോഗം. ജീവകം B9 ആണെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12 അപര്യാപ്തത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയയാണ്. പെർനീഷ്യസ് അനീമിയ. ജീവകം സിയുടെ അപര്യാപ്തത രോഗം സ്കർവിയാണ്. സ്കർവി. ഓർക്കുക. ജീവകം ഡിയോ കണാരോഗം അഥവാ റിക്കറ്റ്സ് ആണ് അപര്യാപ്തത രോഗം. ജീവകം ഈടത് വന്ധ്യതയാണ്. വന്ധ്യത. ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയ. സ്കർവിയുടെ കാര്യം പറഞ്ഞപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. സിഫിലിസ്. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസ. എലിഫന്റിയാസിസ്, ഫൈലേറിയാസിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ഏതാ? മന്താണ്. മന്ത്. കർഷകരുടെ രോഗം വീൽസ് ഡിസീസ്, വീൽസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത്. വിഷൂജിക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോളറയാണ് വിഷൂജിക എന്നറിയപ്പെടുന്നത്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ചെങ്കണ്ണാണ് മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മലമ്പനി. ഓർക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ ലെവൽ ഓഫ് PSC എക്സാംസിനും ബാച്ചസ് അവൈലബിൾ ആണ്. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഐഫോണിലും അവൈലബിൾ ആണ്, അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. ചെക്ക് ചെയ്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാമേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്